Glory to Jesus. ധന്യനാകുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇന്നയോളവും നിർത്തി ആത്മസാന്നിധ്യത്തിൻ്റെ അടുത്ത ഒരു പടിയിലേക്ക് നമ്മെ കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ വചനങ്ങളാലും പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനങ്ങളാലും ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ ദിവസവും നമ്മെ എല്ലാവരെയും പണിതുയർത്തുന്നു. വീണു പോകാമായിരുന്നിട്ടും, തകർന്നു പോകാമായിരുന്നിട്ടും, മരവിച്ചു പോകാമായിരുന്നിട്ടും, ഉടഞ്ഞു പോകാമായിരുന്നിട്ടും, ഒഴുകിപ്പോകാമായിരുന്നിട്ടും അവിടുത്തെ കരം നമ്മെ എല്ലാവരെയും പിടിച്ചു നിർത്തി ബലപ്പെടുത്തി വചനത്താൽ നമ്മെ നിറച്ചു, ആത്മാവിനാൽ നമ്മെ ശക്തീകരിച്ചു, ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ചു. ശത്രു ഭൗമമണ്ഡലത്തിലെ പലതിനു നേരെയും നമ്മുടെ കണ്ണുകളെ ബന്ധിച്ചപ്പോൾ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ച ആത്മമണ്ഡലത്തിൽ നാളുകളെക്കുറിച്ച് ദൈവാത്മാവ് നമുക്ക് കാഴ്ചപ്പാടും ബോധ്യവും തന്ന് ഈ ദിവസം വരെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത് ദുഷ്ടന്റെ തീയമ്പുകളാൽ നീ തകർന്നു പോകാനല്ല, ദുഷ്ടന്റെ തീയമ്പുകളാൽ നീ കത്തിക്കരിഞ്ഞു പോകാനല്ല, അതിനെ തടയാനും തകർക്കാനും തക്കവണ്ണമുള്ളൊരു സ്വർഗീയ അധികാരം താങ്കളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ തിരുവെഴുത്തിലേക്ക് നമുക്ക് വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും ദാഹത്തോടും കൂടെ ഇന്ന് നമുക്ക് പ്രവേശിക്കാം. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. കൂടി വന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ എല്ലാ ദിവസത്തെയും മീറ്റിംഗ് രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഉണ്ട്. ഇതേ ചാനലിൽ തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ കൂട്ടായ്മയിൽ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു, രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്ക് നടക്കുന്ന ഞങ്ങളുടെ ഈ വിർച്വൽ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഞങ്ങളുടെ ഈ വീഡിയോ ഫോളോ ചെയ്യാം. സ്വർഗം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ് നമ്മുടെ നടുവിൽ. ആത്മാവിൻ്റെ അടുത്ത ഒരു തലത്തിലേക്ക് സ്വർഗം നമ്മളെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ ലോകത്തിൽ ഭയപ്പെടാനായി ഒന്നും തന്നെ ഇല്ല. കാരണം ഒരു വ്യക്തി എപ്പോഴാണ് പൂർണ്ണമായിട്ടും ധൈര്യമുള്ള ഒരനുഭവത്തിൽ എത്തുന്നതെന്ന് ചോദിച്ചാൽ, ധൈര്യമുള്ളൊരനുഭവത്തിൽ എത്തുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അഭിഷേകം എൻ്റെ മേലുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ്. രാമൻ പറയാൻ പറ്റുമോ? അഭിഷേകം എൻ്റെ മേലുണ്ട്, അഭിഷേകത്തിൻ്റെ ശക്തി എൻ്റെ മേലുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഉയർന്ന ആത്മീയ അനുഭവത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്താൻ കഴിയുക. ഇന്ന് മറന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അഭിഷേകത്തെക്കുറിച്ച് മറന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ വാക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെ ദൈവം സ്പർശിക്കാൻ പോവുകയാണ്. നിങ്ങളെ ദൈവം സ്പർശിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരുങ്ങാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്കാസ്പദമായി എടുക്കാം. 6-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം നമ്മൾ വളരെ കേട്ടിട്ടുള്ളൊരു വചനമാണെങ്കിൽ അതിൽ ഒരൊറ്റ വാക്യം മാത്രം എടുത്ത് അതിനെക്കുറിച്ച് നാം ഇന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ആ വിടുതൽ സ്വീകരിക്കാം. നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം. 6-ാമത്തെ അധ്യായം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പിൻ. ഒത്തിരി അർത്ഥം, ഒത്തിരി ആശയങ്ങൾ, ഒത്തിരി ദൂതുകൾ ഈ ഒരൊറ്റ വാക്യത്തിനകത്തുണ്ട്. ലേഖകൻ പൗലോസ്ലീഹയാണ്. ലേഖനങ്ങളുടെ മുഖ്യസ്ഥാനം പിടിച്ചിരിക്കുന്ന എഫേസ്യ ലേഖനം ഒത്തിരി പറയാനുണ്ടെങ്കിലും ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രം ഒരു വാക്ക് മാത്രം പറഞ്ഞ് ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വളരെ കാര്യമായിട്ടാണ് ക്ഷണിക്കുന്നത്. കാരണം ഞാൻ വായിച്ചൊരൊറ്റ വാക്യത്തിനകത്ത് എത്രത്തോളം നിർദ്ദേശങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആത്മീയ ജീവിതം പണിയപ്പെടും. മുകളിൽ 10-ാമത്തെ വാക്യമൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ആമേൻ ശക്തിപ്പെടുവിൻ എന്ന വാക്യമൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം. ഇന്ന് ദൈവം താങ്കളെ വിളിച്ചേക്കുന്നത് വചനം കേട്ട്
സമാധാനം പ്രാപിച്ച് ആമേൻ പറഞ്ഞ് വെറുതെ പോകാനല്ല, നിങ്ങളെ കൊണ്ട് ശത്രുവിൻ്റെ തീയമ്പുകളെ തടയുകയും തകർക്കുകയും ചെയ്യത്തക്ക നിലയിൽ സ്വർഗം താങ്കളുടെ മേൽ ഒരു തീ ഇടാൻ ആഗ്രഹിക്കുകയാണ്. തീ എന്താണെന്നറിഞ്ഞവന് പിന്നെ തീയുടെ ചൂടൊരു പ്രശ്നമല്ല. ഈ ഇഷ്ടിക ചൂളയിലൊക്കെ പണിയെടുക്കുന്നവരടുത്ത് ചെന്നിട്ട് തീ എന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും. കാരണം അവർ ആ ചൂളയ്ക്കകത്ത് പണിയെടുക്കുന്നവർ, അവർക്ക് ചൂട് എന്താണെന്നും തീ എന്താണെന്നും ഒക്കെ നന്നായിട്ടറിയാം. അതുകൊണ്ട് ഈ തീ എന്താണെന്നറിഞ്ഞവനെ പിന്നെ തീ കാണിച്ച് വീണ്ടും പേടിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ഫയറായിട്ട് നിന്ന് കഴിഞ്ഞാൽ, കമോൺ, ദൈവത്തിൻ്റെ ഫയറായിട്ട് നിന്ന് കഴിഞ്ഞാൽ ശത്രുവിൻ്റെ ഫയർ ഡാർട്സ് തകർക്കാനായിട്ട് നമുക്ക് പറ്റും. വാക്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വളരെ ശ്രദ്ധയോടിരിക്കുക. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സന്ദേശമാണ്. ചെറിയൊരു സന്ദേശമാണെങ്കിലും വളരെ പ്രാധാന്യം ഇതിനുണ്ട് എന്നും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാറ്റിനും മീതെ വിശ്വാസത്തെക്കുറിച്ച് ഒറ്റ വാക്ക് മാത്രം പറഞ്ഞ് നിർത്താം. വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസം എന്നത് ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാറ്റിൻ്റെയും മീതെ വരണം എന്നാണ്. എല്ലാറ്റിൻ്റെയും മീതെ വരണം എന്നുള്ളതാണ്. എന്തിൻ്റെയൊക്കെ കീഴിലായിരിക്കണം വിശ്വാസമെന്ന് അവിടെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിൻ്റെയൊക്കെയാണ്? സർവായുധ വർഗങ്ങളുടെ മുകളിലായിരിക്കണം വിശ്വാസം. ഓ മൈ ജീസസ്, അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സർവായുധ വർഗങ്ങളുടെ മുകളിലായിരിക്കണം വിശ്വാസം. പക്ഷേ എൻ്റെ ചുരുങ്ങിയ നാളുകളിലത്തെ ശുശ്രൂഷ കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയേക്കുന്ന ഒരു കാര്യം, വിശ്വാസം പലർക്കും അവർ ആഗ്രഹിച്ചിട്ടല്ല, എന്നാൽ വിശ്വാസം പലർക്കും എല്ലാറ്റിൻ്റെയും താഴെയും ഈ വിശ്വാസത്തിന്റെ മുകളിൽ അവർ വിശ്വാസം എന്ന് പറയുന്ന മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ അവർ കെട്ടി ഉയർത്തി വെച്ചിരിക്കുകയാണ്. അതൊരിക്കലും ദൈവത്തിന്റെ സർവായുധ വർഗങ്ങളല്ല. പകരം വിശ്വാസത്തെ ഏറ്റവും അടിത്തട്ടിലിട്ടുകൊണ്ട് വിശ്വാസത്തെക്കാളും പ്രാധാന്യമുള്ള മറ്റെന്തൊക്കെയോ അവർ കെട്ടി ഉയർത്തി വെച്ചേക്കുന്നത് കൊണ്ട് അവർക്ക് നേരെ ശത്രുപാളയത്തിൽ നിന്നും ശത്രു രാജ്യത്ത് നിന്നും വരുന്ന തീ അമ്പുകളെ തകർക്കാൻ, അല്ലെങ്കിൽ തകർക്കുന്നത് പോകെ ഒന്ന് തടയാൻ പോലും പാവപ്പെട്ട ജനത്തിന് കഴിയാത്തതുപോലെ സാത്താൻ അവരെ അന്ധരാക്കിയിരിക്കുക. ഒരു സ്തോത്രം ചെയ്തേ. ഇന്ന് ദൈവം എന്തിന് നമ്മുടെ മുൻപിൽ ഈ തിരുവെഴുത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ, ഈ ദൂത്, ഈ ആത്മീയ സന്ദേശം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ അവനൊരു തീയായി മാറും. കർത്താവ്, ഇത് എനിക്ക് വളരെ ആഴമായിട്ടാണ് ഇതിൻ്റെ അകത്ത് നിന്ന് ദൈവം എന്നോട് സംസാരിക്കുന്നത്. വ്യക്തമായി പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ പരിശോധിക്കണം. വ്യക്തമായി കർത്താവിന്റെ ആത്മാവിന്റെ ഉള്ളത്തിൽ അങ്ങനെ ഒരു ബോധ്യം തരുന്നു. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ പരിശോധിക്കണം. ഞാനും ഈ ദൂത് ഏറ്റെടുക്കുകയാണ്. ഞാൻ എൻ്റെ വിശ്വാസത്തെ ഒന്നും കൂടെ പരിശോധിക്കാൻ ഞാൻ തയ്യാറാണ്. എത്ര പേർക്ക് അത് പറയാൻ പറ്റും ദൈവത്തോട്? എൻ്റെ വിശ്വാസത്തെ പരിശോധിക്കാൻ ഞാൻ തയ്യാറാണ്. സ്തോത്രം. കാരണം എൻ്റെ വിശ്വാസത്തെ സാത്താൻ പലപ്പോഴും സ്ട്രൈക്ക് ചെയ്ത് വിശ്വാസത്തിന്റെ ആദ്യ തട്ടിൽ നിന്ന് രണ്ടാമത്തെ തട്ട്, അവിടുന്ന് മൂന്നാമത്തെ തട്ട്, മൈനസ് ആട്ടോ, അവിടുന്ന് നാലാമത്, അവിടുന്ന് 5, നമ്മുടെ വിശ്വാസങ്ങളിലേക്കാണ് അവൻ സ്ട്രൈക്ക് ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസങ്ങളിലേക്കാണ്. ഇതൊരു ചെറിയ കാര്യമായിട്ട് എടുക്കരുത്. ആരുടെയും വിശ്വാസങ്ങൾ നഷ്ടപ്പെടുന്നത് ഒരു ദിവസം കൊണ്ടല്ല സുഹൃത്തെ.
ആരുടെയും വിശ്വാസങ്ങൾ ഉയരുന്നതും ഒരു ദിവസം കൊണ്ടല്ല. എന്നാ ഞാനൊരു ദൂത് പറയട്ടെ, ഒരു സെക്കൻഡ് കൊണ്ട് നിന്റെ വിശ്വാസത്തെ ഉയർത്താൻ, ഒരു ദിവസം കൊണ്ടല്ലെന്നാ ഞാൻ പറഞ്ഞേ, ഒരു സെക്കൻഡ് കൊണ്ട് നിന്റെ വിശ്വാസത്തെ ഉയർത്താൻ, നിങ്ങളുടെ വിശ്വാസത്തെ ഉയർത്താൻ, ഇന്ന് വീട്ടിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ വിശ്വാസത്തെ സ്വാധീനിക്കാൻ ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ അനുഗമിക്കുന്ന, എന്നെ വിളിച്ച, എന്നെ വേർതിരിച്ച എൻ്റെ യേശു ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയും. യേശു കർത്താവിന്റെ മിനിസ്ട്രിയിൽ, കർത്താവിന്റെ പ്രസംഗത്തിൽ, കർത്താവിനാൽ നടന്ന അത്ഭുതങ്ങളിൽ, അടയാളങ്ങളിൽ, അപ്പോസ്തലന്മാരാൽ നടന്ന വീര്യപ്രവൃത്തികളിൽ ജനം വിശ്വസിച്ചത് ഒരു ദിവസം കൊണ്ടല്ല, സെക്കൻഡുകൾ കൊണ്ടാണ്. ഒരു രാജാവ് വിശ്വസിച്ചത് ഒരു ദിവസം കൊണ്ടല്ല. ദാനിയേലിന്റെ ഗുഹയ്ക്കകത്ത് ഇറങ്ങി ദാനിയേലിനെ സിംഹത്തിന്റെ വായിൽ നിന്നൊക്കെ സേവ് ചെയ്തപ്പോ രാജാവ് ദാര്യാവേശ് വിശ്വസിച്ചത് ഒരു ദിവസം കൊണ്ടല്ല, ഒരു സെക്കൻഡ് കൊണ്ടാണ്. ഓ മൈ ഗാഡ്, ഞാനിത് ആരോട് പ്രവചിക്കുന്നതാണ്. ഞാൻ ആരുടെയൊക്കെ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ ഈ കാര്യം പ്രവചിച്ച് സംസാരിക്കുകയാണ്. ആമേൻ. ഒരു ദിവസം കൊണ്ടല്ല, ഒരു സെക്കൻഡ് കൊണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയും. ബട്ട് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വാസത്തിന്റെ സ്റ്റാൻഡ് എവിടെയാണെന്ന് ഞാനും നിങ്ങളും നോക്കണം. വിശ്വാസം ഇരിക്കുന്ന സ്പേസ് എവിടെയാണെന്ന് ഞാനും നിങ്ങളും നോക്കണം. യേശുവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ചിലരുടെ മേൽ ദൈവ സാന്നിധ്യം അതിയായി വ്യാപിക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നു. ഷെൽഫിൽ ഇരിക്കുന്ന ഒരു സാധനം അതാ ഷെൽഫിലുണ്ട്, അതല്ല ഇവിടുത്തെ എനിക്ക് വേണ്ട റിപ്ലൈ, എനിക്ക് വേണ്ട മറുപടി അതല്ല. ആ സാധനം എവിടെ? ഷെൽഫിലുണ്ട്. ആ സാധനം ഷെൽഫിലുണ്ട്. എനിക്ക് കേൾക്കേണ്ട, എനിക്ക് അറിയേണ്ട, എനിക്ക് കിട്ടേണ്ട ഒരു റിപ്ലൈ അതല്ല. ഷെൽഫിൽ അത് എത്രാമത്തെ റാക്കിലിരിക്കുന്നു, ദാറ്റ് ഈസ് മൈ പോയിന്റ്. ഷെൽഫിൽ അത് എത്രാമത്തെ റാക്കിൽ ഇരിക്കുന്നു, അതാണ് കാര്യം. അത് ആ ഷെൽഫിൽ ഏറ്റവും താഴെ ഒത്തിരി സംഭവങ്ങളുടെ അടിയിലുമായിരിക്കാം, ആ ഷെൽഫിൽ ഏറ്റവും ഉയരത്തിലുമായിരിക്കാം. വിശ്വാസം എവിടെ ഇരിക്കുന്നു? വിശ്വാസം ഒരു പ്രവാചകനിലാണോ? വിശ്വാസം ഒരു പുസ്തകത്തിലാണോ? വിശ്വാസം ചില ആശയങ്ങളിലാണോ? വിശ്വാസം മതിലുകൾക്കകത്താണോ? വിശ്വാസം ചില ന്യായ പ്രമാണങ്ങളിലാണോ? വിശ്വാസം ചില പഠിപ്പിക്കലുകളിലാണോ? വിശ്വാസം യേശുവിലാണോ? പരിശോധിക്കണം. വേദപുസ്തകം വ്യക്തമായി പറയുന്നു, എല്ലാറ്റിനും മീതെ. സുഹൃത്തേ, ഈ ലോകത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒത്തിരി പഠിപ്പിക്കലുകളുണ്ട്. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതും ടീച്ചിങ് ആണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്റെ പഠിപ്പിക്കലുകളിലൂടെ നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ സ്ട്രൈക്ക് ചെയ്ത് മുകൾ തട്ടിലേക്ക് കയറ്റിവിട്ട് എന്റെ പഠിപ്പിക്കലുകൾക്ക് മുകളിൽ ക്രിസ്തുവിന്റെ വചനത്തെ പഠിപ്പിക്കുമ്പോൾ അതിന് മുകളിൽ നിങ്ങളുടെ വിശ്വാസം വരുന്നുവെങ്കിൽ എന്റെ മിനിസ്ട്രി സക്സസ്ഫുൾ ആണ്. അല്ലാതെ നിങ്ങളെ എന്നിലേക്കോ എന്റെ പ്രവചനങ്ങളിലേക്കോ ആണ് ആകർഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ചില പോരായ്മകളുണ്ട്. ഞാൻ നിങ്ങളെ ക്രിസ്തുവിൽ ഫോക്കസ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിൽ ഉറയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പഠിപ്പിക്കലുകൾ താങ്കൾ ക്രിസ്തുവിനെ നോക്കണമെന്നുള്ള നിലയിലാണ്. യേശുവിനെ മാത്രം നോക്കുക. എന്നാൽ ഈ ലോകത്തിൽ നമ്മുടെ വിശ്വാസത്തെ അട്രാക്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ വചനമല്ല, ഒരു പബ്ലിക് ഫിഗർ ആണെങ്കിൽ, ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു പേരാണെങ്കിൽ, പേരിന് മുമ്പിലുള്ള അയാളുടെ ശുശ്രൂഷ സ്ഥാനമാണെങ്കിൽ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, ഒരു വ്യക്തി സർവായുധ വർഗങ്ങളും ധരിച്ചിരുന്നാലും, എന്താ വചനമല്ലേ അത് പഠിപ്പിക്കുന്നേ? വചനമല്ലേ പറഞ്ഞേ സർവായുധ വർഗം ധരിക്കാൻ? രക്ഷ, അവിടെ എന്താ പറയുന്നത് വായിച്ചേക്കാം നമുക്ക്. 13-ാമത്തെ വാക്യം.
11-ാമത്തെ വാക്യം, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോടല്ല, വാഴ്ചകളോട് അധികാരങ്ങളോട് എല്ലാം പറഞ്ഞതിന് ശേഷം 13-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന് സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. 14-ാമത്തെ വാക്യം പറയുന്നു, അരയ്ക്ക് കച്ച, നീതി എന്ന കവചം, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം, കാലിന് ചെരുപ്പ്, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം, കാലിന് ചെരുപ്പ്, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുപ്പ്. അപ്പൊ കണ്ടോ, എത്ര കൂട്ടം കാര്യങ്ങളെ സർവായുധ വർഗത്തിനകത്ത് ഒതുക്കിയിട്ടും എല്ലാറ്റിനും മുകളിൽ വിശ്വാസത്തെ വെക്കണമെന്ന് പറയുന്നതിന്റെ കാരണം സുഹൃത്തെ, എത്ര ആയുധം നമ്മുടെ കൈവശം ഉണ്ടെങ്കിലും, എത്ര അഭിഷേകം നമ്മുടെ കൈവശം ഉണ്ടെങ്കിലും, എത്ര കൃപയും വരവും നമ്മുടെയൊക്കെ മേൽ ദൈവം പകർന്നിട്ടുണ്ടെങ്കിലും, ഇത് വർക്കൗട്ട് ആകുന്നത് വിശ്വാസത്തിൽ മാത്രമാണ്. സ്തോത്രം. നിങ്ങളുടെ വീട്ടിൽ 1.5 കിലോ സ്വർണം ഉണ്ടെങ്കിലും, നിങ്ങളുടെ ഞാൻ ഡയറക്റ്റ് സംസാരിക്കാം കേട്ടോ, നീ വളഞ്ഞ വഴിയിലൊന്നും ചിന്തിക്കല്ലേ. 1.5 കിലോ സ്വർണം ഉണ്ടെങ്കിലും 1.5 കോടി രൂപ ഉണ്ടെങ്കിലും, നിങ്ങളുടെ അത്രയും വലിയ വീട്ടിൽ നിന്ന് അത് ഒരു കള്ളൻ എടുക്കണമെങ്കിൽ, ഡയറക്റ്റ് സംസാരിക്കാം കേട്ടോ, ഇനി ഗ്യാസ് കട്ടർ കൊണ്ടുവരും, അങ്ങനെ കൊണ്ടുവരും, ഇങ്ങനെ കൊണ്ടുവരും എന്ന് പറയല്ലേ. അത്രയും വലിയ വീട്ടിൽ നിന്നൊരു കള്ളൻ എടുക്കണമെങ്കിൽ ഇത്രയും പോന്ന ചാവി വേണം. വേണോ വേണ്ടായോ? വേണം. അത്രയും വലിയ വീട്ടിൽ നിന്ന് ഇത്രയും വലിയ സമ്പത്ത് എടുത്തു മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത്രയും പോന്ന ചാവി വേണം. എന്നതുപോലെ ഇനി വേറെ ലെവലിൽ ചിന്ത പോണ്ട. ഗ്യാസ് കട്ടർ, കമ്പി വളയ്ക്കൽ, മതിൽ ചാട്ടം, ഇതിലൊന്നും പോണ്ട. ഞാൻ ഇങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. ഞാൻ പറഞ്ഞതിന്റെ കാര്യം വലിപ്പത്തെ കുറിച്ച് പറഞ്ഞതാ. ഇത്രയും നിങ്ങളുടെ വീടോളം വലിപ്പമില്ല നിങ്ങളുടെ വീടിന്റെ കീക്ക്. ഉണ്ടോ? ഉണ്ടോ? എന്റെ വീടിന്റെ കീക്ക് അത്രയില്ല. വീടോളം വലിപ്പമില്ല വീട് തുറക്കുന്ന ചാവിക്ക്. എന്നതുപോലെയാണ് ആത്മമണ്ഡലത്തിലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും. ആത്മമണ്ഡലം വിശാലമാണ്. അതിനകത്ത് നിരവധി കാര്യങ്ങൾ ഇന്നും നമ്മൾ ഗ്രഹിക്കാത്ത, മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് പ്രാവർത്തികമാകുന്നത്, സ്വീകരിക്കുന്നത് ആ ഒരു ചെറിയ കീയിലൂടെയാണ്. വിശ്വാസം എന്ന കീയാണ്. ചെറുതല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതെല്ലാത്തിൻ്റെയും മീതെ ഇരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇത് ചിലരുടെ വിശ്വാസത്തെ അടിച്ചമർത്തുന്ന, വിശ്വാസത്തിന്റെ വീര്യം കുറച്ചു കളയുന്ന, വിശ്വാസത്തിന്റെ ശക്തിയെ കെടുത്തുന്ന, വിശ്വാസത്തിന്റെ തലങ്ങളെ അട്ടിമറിക്കുന്ന ചില ഇരുട്ടിന്റെ തീയമ്പുകൾ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ പോകുകയാണ്. വിശ്വസിച്ചേ, യേശുവിന്റെ നാമത്തിൽ. സകലത്തിന്റെയും മീതെ നിനക്ക് സുവിശേഷവുമായി ബന്ധമുണ്ട്, ദൈവാത്മാവുമായി ബന്ധമുണ്ട്, ദൈവശക്തിയുമായി പരിചയമുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും, എല്ലാം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, വിശ്വാസത്തിന്റെ വീര്യത്തെ കുറച്ച് നിന്റെ സർവായുധ വർഗങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത നിലയിൽ, വിശ്വാസം ഏറ്റവും അടിച്ചമർത്തി കളയുന്ന നിലയിൽ, സമ്മർദ്ദങ്ങളായിട്ടും സാഹചര്യങ്ങളായിട്ടും രോഗങ്ങളായിട്ടും നിരാശകളായിട്ടും ദുർചിന്തകളായിട്ടുമൊക്കെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് നേരെ, വിശ്വാസ ജീവിതത്തിന് നേരെ വന്നുകൊണ്ട് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തെ അട്ടിമറിക്കുന്ന സകല ദുഷ്ടന്റെ തീയമ്പുകളും യേശുവിന്റെ നാമത്തിൽ ചിലരുടെ ജീവിതത്തിൽ നിന്ന് ദൈവം അതിനെ തകർത്തു മാറ്റുകയാണ്. വിശ്വസിക്കുന്നവരുടെ മേലെ ഡെലിവറൻസ് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. വചനം പറയുന്നു, എല്ലാറ്റിനും മീതെ. എന്താണ് തീയമ്പുകൾ എന്ന് പറയുന്നത്? ഗ്രീക്ക് ഭാഷയിൽ തീയമ്പുകൾ എന്ന വാക്കിന് ബെലോസ് എന്നാണ് പറയുന്നത്. ബെലോസ്. അതിന്റെ മൂലഭാഷ വരുമ്പോൾ ഫെലാറിക്ക എന്ന് പറയും. എന്താണ് ബെലോസ്? വളരെ അർത്ഥമുള്ളതാണ് കേട്ടോ. ബെലോസ് എന്ന വാക്ക്, ബെലോസ് എന്ന വാക്ക് വളരെ അർത്ഥമുള്ളതാണ്. ബെലോസ് എന്ന് പറഞ്ഞാൽ കവിണയിൽ വലിച്ചെറിയുന്ന കല്ല്, അല്ലെങ്കിൽ ചുഴറ്റിയെറിയുന്ന കുന്തം എന്നിവ പോലെ തൊടുത്തുവിടുന്ന തീയമ്പുകളെയാണ് ബെലോസ് എന്ന് പറയുന്നത്. ഒരു കവണയിൽ
നമ്മൾ കല്ല് വെച്ച് വലിച്ചെറിയുന്ന പോലെ തൊടുത്തു വിടുന്ന തീ അമ്പുകളാണ് ബെലോസ് എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ മൂലഭാഷ ഫെലാറിക്ക എന്ന് പറയും. നിങ്ങൾ ഇതൊരു കല്ല് പോലെയോ ഒരു കുന്തം പോലെയോ നിങ്ങൾ ഇതിനെ എടുക്കരുത്, ഈ ബെലോസ് എന്ന വാക്ക്. കാരണം ഈ ചുഴറ്റി എറിയുന്ന അല്ലെങ്കിൽ ഈ തൊടുത്തു വിടുന്ന തീയമ്പുകളുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഈ തീയമ്പുകൾ ശത്രു രാജ്യം അതിന് തകർക്കേണ്ട രാജ്യത്തേക്ക് തൊടുത്തെറിയുമ്പോൾ അല്ലെങ്കിൽ അതിനെ എയ്തു വിടുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, അവർ അതിനെ തടുക്കാൻ വേണ്ടി നീട്ടുന്ന തടി പരിചയ സഹിതം എരിച്ച് ഭസ്മീകരിക്കാൻ കഴിയുന്ന നിലയിലുള്ള തീ അതിന്മേലുണ്ടായിരിക്കും. അവർക്ക് ചെറുത്ത് നിൽക്കാൻ കഴിയാതെ അവർ ചെറുക്കാൻ ഉപയോഗിക്കുന്ന പരിചയെ പോലും കത്തിച്ചമർത്തുന്ന നിലയിലുള്ള ഒരു തീയും ഭാരവും ആ തൊടുത്തെറിയുന്ന ആ അമ്പിനുണ്ടായിരിക്കും. അതാ തീയമ്പുകൾ ബെലോസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു വീട് മുഴുവനും കത്തിച്ചു കളയാനും ഒരു ഏരിയ മുഴുവനും കത്തിച്ചാമ്പലാക്കിക്കാനും അവർ അതിനെ പ്രതിരോധിക്കാൻ വെച്ചിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് ചാമ്പലാക്കി കളയാനും സഹിതം ശേഷിയുള്ളതാണ് ഈ തീയമ്പുകൾ. ബെലോസ് അല്ലെങ്കിൽ ഫെലാറസ് എന്ന് പറയുന്നത്, അതാണ് അതിന്റെ മീനിങ്. ഫെലാറസ് അല്ല, ഫെലാറിക്ക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നാൽ ശത്രുവിന്റെ ഈ തീയമ്പുകളെയും അതിന്റെ സ്വഭാവത്തെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു രാജ്യം ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ, അതിനെ പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിയുകയും അതിനെ രൂപകൽപ്പന ചെയ്തെടുക്കുകയും അതിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യും. ഓ ജീസസ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ കർത്താവ് വ്യക്തവും ഹൃദ്യവുമായിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. തീയമ്പുകൾ പലതും വന്നു, പോരാട്ടങ്ങൾ പലതും വന്നു, ശത്രു എയ്ത തീ പലതും വന്നു, നിന്റെ ഭവനത്തിൽ പതിച്ചു, നിന്റെ ആത്മീയ ജീവിതത്തിൽ പതിച്ചു, വിശ്വാസത്തിൽ പതിച്ചു, മക്കളുടെ ഭാവിയിൽ പതിച്ചു, സാമ്പത്തികത്തിൽ പതിച്ചു, തൊഴിലിൽ പതിച്ചു. പക്ഷേ ആ കത്തി അമർന്ന അനുഭവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ ഇട്ടോ ഒരുപക്ഷെ ശത്രുവിന്റെ തീയമ്പുകൾ നിങ്ങൾക്ക് തടയാൻ കഴിയാതെ, നിങ്ങൾക്കതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ, നിങ്ങളെ അത് വെന്തുപോകത്തക്ക നിലയിൽ ഒരുപക്ഷെ ശത്രുവിന്റെ തീയമ്പുകൾ ആക്കിയിട്ടുണ്ടാകാം. ചിലരെ ഭാഗികമായും ചിലരെ പൂർണ്ണമായും വരെ ശത്രുവിന്റെ ബെലോസ് ഫെലാറിക്ക അവരെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് വ്യക്തമായി സംസാരിക്കുന്നു. അവന്റെ തീയമ്പുകൾ നിന്റെ വിശ്വാസത്തിന്റെ തട്ട് താഴ്ത്തിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അവന്റെ തീയമ്പുകൾ നിന്റെ ആത്മീയ ജീവിതത്തെ അട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ തീയമ്പുകൾ നിന്റെ ആത്മീയ ജീവിതത്തിന്റെ മുന്നേറ്റത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെ പണിത് പുതുക്കി പുതിയ നിലവാരത്തിൽ കൊണ്ടുവരുവാൻ സംവിധാനം ദൈവത്തിന്റെ വചനത്തിൽ ഇന്നും ബാക്കി കിടക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ശക്തമായി ഇടപെടുകയാണ്. അവന്റെ അസ്ത്രത്തിന്റെ ഭാരം, അവന്റെ അമ്പുകളുടെ ഭാരം, അവന്റെ തീയുടെ ചൂട് നിന്നെ വെണ്ണീറാക്കാനല്ല, നിന്നെ പുതിയ നിലവാരത്തിൽ പണിതുയർത്തുവാൻ സ്വർഗം വേദപുസ്തകത്തിനകത്ത് ബാക്കിയിട്ടിരിക്കുന്ന ചില പദ്ധതികളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു. ചിലരുടെ ജീവിതത്തിൽ ശത്രു ഭയങ്കരമായി വെല്ലുവിളിക്കുന്നത് എനിക്ക് ആത്മാവിൽ അറിയാൻ കഴിയുന്നു. നിന്നെ തകർത്തല്ലാതെ ഞാൻ പിന്മാറുകയില്ല, നിന്നെ ഒടുക്കിയല്ലാതെ പിന്മാറുകയില്ല, നിന്റെ വേർ പറിച്ചിട്ടല്ലാതെ ഞാൻ പിന്മാറുകയില്ല എന്നുള്ള ചില ശബ്ദങ്ങൾ ഈ സമയം ആത്മമണ്ഡലത്തിൽ എനിക്കത് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നു. അതിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ തീ ഇന്ന് വീഴുകയും ആ വാക്ക് കത്തിപ്പോകുകയും ചെയ്യട്ടെ. ശുശ്രൂഷയ്ക്ക് നേരെ നിൽക്കുന്ന വാദഗതികൾ തകരട്ടെ. ജനത്തിന്റെ ജീവിതത്തിന് നേരെ നിൽക്കുന്ന ശത്രുവിന്റെ തീയമ്പുകൾ കെട്ടടങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ ആത്മീയ ജീവിതത്തിന് നേരെ നിൽക്കുന്ന, ആരോഗ്യത്തിന് നേരെ നിൽക്കുന്ന, വിശ്വാസത്തിന് നേരെ നിൽക്കുന്ന സകല ശത്രുവിന്റെ തീയമ്പുകളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യും.
നിന്റെ ദാമ്പത്യ ജീവിതത്തിന് നേരെയായിരിക്കാം ശത്രുവിന്റെ തീയമ്പുകൾ പതിച്ചിരിക്കുന്നത്. ആമേൻ. നിന്റെ കുടുംബ ജീവിതത്തിന് നേരെ ആയിരിക്കാം ശത്രുവിന്റെ തീയമ്പുകൾ പതിച്ചിരിക്കുന്നത്. മക്കളുടെ ഭാവിക്ക് നേരെ ആയിരിക്കാം, സാമ്പത്തിക മേഖലയ്ക്ക് നേരെ ആയിരിക്കാം, നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം. ആമേൻ. ഏത് ഭാഗത്താണെങ്കിലും നിന്റെ വിശ്വാസം കുറച്ചു കളയണം, വിശ്വാസം കുറച്ചു കളയണം. ആത്മീയ ജീവിതത്തിലെ നിലനിൽപ്പ് താറുമാറാക്കണം എന്ന എല്ലാ സാത്താനിക ഉടമ്പടികളും ഇന്ന് വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ നിന്ന് ക്യാൻസൽ ആകാൻ പോകുകയാണ്. കമോൺ. ആരൊക്കെ ആമേൻ പറയും? ആരൊക്കെ ആമേൻ പറയും? അവരുടെ ലൈഫിൽ വലിയ വിടുതൽ നടക്കുന്നു, വലിയ വിടുതൽ നടക്കുന്നു, വലിയ വിടുതൽ നടക്കുന്നു. ബെലോസ്, ഫെലാറിക്ക, ശത്രുവിന്റെ സാമ്രാജ്യത്തിൽ നിന്നും അല്ലെങ്കിൽ രാജ്യത്തിൽ നിന്നും തകർക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തിലേക്ക് നിപതിക്കുന്ന അന്യാഗ്നി. നിന്റെ ഭവനത്തെ അന്യാഗ്നി ബാധിക്കുന്നുണ്ടോ? വേണ്ടപ്പെട്ടവരുടെ മേൽ അന്യാഗ്നി കത്തുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അന്യാഗ്നി സംസാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ശത്രുവിന്റെ തീയമ്പുകളിൽ നിന്നും പടർന്നു പിടിച്ച അശുദ്ധാത്മാവിന്റെ സ്വരം നിന്റെ വീടിനകത്ത് മുഴങ്ങുന്നുണ്ടോ? നിന്റെ ദേശത്തിൽ ദുഷ്ടന്റെ തീയമ്പുകൾ നിന്ന് കത്തുന്നുണ്ടോ? യേശുവിന്റെ നാമത്തിൽ ഞാനിന്ന് ആ സകല ദുഷ്ട സംവിധാനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ബൈൻഡ് ചെയ്യുകയാണ്. സ്വർഗം ചിലരെ അധികാരപ്പെടുത്തും. ഇന്ന് തീയമ്പുകളെ തകർക്കും. എനിക്കറിയാം, വ്യക്തമായി ചില വ്യക്തികളുടെ മേൽ തീ പിടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് കത്താനല്ല ദൈവം നിന്നെ അവിടെ നിർത്തിയേക്കുന്നേ. ശത്രുവിന്റെ തീ കത്താനല്ല താങ്കളെ അവിടെ നിർത്തിയേക്കുന്നേ. പൈശാചിക തീ കത്താനല്ല താങ്കളെ അവിടെ നിർത്തിയേക്കുന്നേ. നിന്റെ പ്രാർത്ഥനയിൽ ചിലതണയും, നിന്റെ വിശ്വാസത്താൽ ചിലത് അടങ്ങും, നിന്റെ വായിലെ വാക്കുകളാൽ ചിലത് താളടിയാകും. യേശുവിന്റെ നാമത്തിൽ. ബെലോസ് അല്ലെങ്കിൽ ഫെലാറിക്ക എന്ന വാക്ക് തയ്യാറെടുപ്പുകളില്ലാത്ത, ദീർഘവീക്ഷണമില്ലാത്ത, തിരിച്ചറിവുകളില്ലാത്ത, പ്രതിരോധ സംവിധാനങ്ങൾ വേണ്ടത്ര ഇല്ലാത്ത രാജ്യത്തെ തകർക്കും, സംശയമില്ല. എന്നാൽ ഇതറിഞ്ഞ രാജ്യം മറ്റൊന്ന് ചെയ്യും. എന്നാന്നറിയാവോ? പരിചയ്ക്കൊന്നും വ്യത്യാസമില്ല. പരിചയമൊക്കെ പലക കൊണ്ടൊക്കെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ പലകയെ ലോഹം കൊണ്ട് പൊതിയും. അതാ ഞാൻ ഫെലാറിക്ക എന്ന് പറഞ്ഞ. ശത്രുക്കൾ തൊടുത്തുവിടുന്ന ഇത്തരം തീയമ്പുകളെ നേരിടുന്നതിനായി തടിയിൽ നിർമ്മിക്കപ്പെട്ട പരിചകൾ ലോഹത്തിൽ പൊതിയുന്ന ഒരു പതിവ് ആരോഗ്യകരമായ ചില രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. ഒരിക്കലേ ശത്രുവിന്റെ തീ നമ്മുടെ ജീവിതത്തിൽ കത്താവൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശത്രുവിന്റെ തീ കത്തിയത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ യേശുവിന്റെ പക്കൽ വന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പൈശാചിക പോരാട്ടം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ കർത്താവിന്റെ പാതയിൽ വന്നത്. അല്ലെങ്കിൽ ഇന്ന് ഈ ടൈമിൽ പലരും പോയിരുന്ന സിനിമ കണ്ടേ. നമ്മൾ ഈ ടൈം കർത്താവിന് വേണ്ടി മാറ്റിവെച്ചത് ചില ബെലോസൊക്കെ നമ്മുടെ ലൈഫിൽ, ചില തീയമ്പുകളൊക്കെ നമ്മുടെ ലൈഫിൽ വന്നതുകൊണ്ട്, വരാൻ കർത്താവ് അനുവദിച്ചത് കൊണ്ടുമാണ്. അതിനായി ഒരു സ്തോത്രം ചെയ്തേ. എന്നാൽ ഒരിക്കൽ നിന്റെ പ്രതിരോധ സംവിധാനത്തെ ശത്രു തകർത്തു. ഒരിക്കൽ നിന്റെ ആത്മീയ ജീവിതത്തെ ശത്രു ബാധിച്ചു. ഒരിക്കൽ നിന്റെ വിശുദ്ധ ജീവിതത്തെ ശത്രു ബാധിച്ചു. ഒരിക്കൽ നിങ്ങളുടെ ഹോളിനെസ്സിനെ ശത്രു ബാധിച്ചു. ഒരിക്കൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ശത്രു ബാധിച്ചു. ഒരിക്കൽ നിങ്ങളുടെ കുടുംബത്തെ ശത്രു ബാധിച്ചു. ഒരിക്കൽ നിങ്ങളുടെ ബന്ധങ്ങളെ ശത്രു ബാധിച്ചു. നിങ്ങളുടെ നന്മകളെ ശത്രു ബാധിച്ചു. എന്നും ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ, എന്നും പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ, എന്നും അതിനെ ജയിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ,
പരിചയമുണ്ട്, ഇപ്പോഴും അത് പലകയിലാന്നുള്ളത് അർത്ഥം. പരിചയമുണ്ട്, ഇപ്പോഴും ആ പരിച പലകയിലാണെന്നുള്ളത് അർത്ഥം. ആ പലകമേൽ ഒരു ലോഹം കൊണ്ട് പൊതിഞ്ഞ് പരിചയെ സംരക്ഷിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. എത്ര പേർക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്? ദൈവമക്കളെ, ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ സാത്താൻ ഐ ആം സോറി വഴിമാറി വന്നതാന്ന് പറഞ്ഞൊന്നും പോവുകയല്ല. ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ആന്നോ, എന്നാ പിന്നെ ഞാൻ വന്ന സ്ഥലം കറക്റ്റാ എന്ന് സാത്താൻ പറഞ്ഞ് കയറിയിരിക്കും. എന്നാൽ ക്രിസ്ത്യാനിയാണെന്നുള്ളതിൻ്റെ തെളിവ് നിന്നിൽ നിന്ന് പുറപ്പെടണം, എന്നിൽ നിന്ന് പുറപ്പെടണം. കർത്താവ് ഇത് ആരെയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്? ദൈവം ഈ വാചകങ്ങളിലൂടെ ആരെയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണ്, ഞങ്ങൾ ഇത്ര വർഷം പാരമ്പര്യമുള്ളതാണ്, മുതുമുത്തച്ഛൻ സ്ഥാപിച്ച സഭയിലുള്ളതാണെന്നൊന്നും പറഞ്ഞാൽ പിശാച് പോവുകയല്ല. നിന്റെ കയ്യിലിരിക്കുന്ന പരിച അത് പലകയല്ല എന്നുള്ളത് ശത്രു തിരിച്ചറിയണം, അല്ലെങ്കിൽ സാത്താൻ തിരിച്ചറിയണം. വിശ്വാസം എന്ന പരിച, സ്തോത്രം, അത് പലകമേലല്ല, അതൊരു പേപ്പർ പരിചയല്ല, അതൊരു തെർമോക്കോൾ അല്ല എന്നുള്ള തിരിച്ചറിയണം. മോനെ, പലകയാണെന്നുണ്ടെങ്കിൽ തീ പിടിക്കാൻ എളുപ്പ, തെർമോക്കോൾ ആണെന്നുണ്ടെങ്കിൽ ഉരുക്കി കളയാൻ എളുപ്പ. മനസ്സിലായോ? പേപ്പർ ആണെന്നുണ്ടെങ്കിൽ കത്തിച്ചു പറത്താൻ എളുപ്പ. പക്ഷെ ലോഹം കൊണ്ടാണ് നിന്റെ, ഓ മൈ ഗാഡ്, ലോഹം കൊണ്ടാണ് നിന്റെ വിശ്വാസം പ്രൊട്ടക്ട് ചെയ്തേക്കുന്നെങ്കിൽ. നിങ്ങൾ റോമാക്കാരുടെ കയ്യിലിരിക്കുന്ന പരിച കണ്ടിട്ടുണ്ടോ? റോമാക്കാരുടെ കയ്യിലിരിക്കുന്ന പരിച കണ്ടിട്ടുണ്ടോ? ആളോളം ഉണ്ടാവും, ഒരാളുടെ അത്ര പൊക്കം ഉണ്ടാവും. നീ എതിലേ പുള്ളി അടിച്ചാലും പുള്ളി ഇതെടുത്ത് കാട്ടിയാൽ മതി. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. റോമാക്കാരുടെ പരിച അത് തെർമോക്കോൾ അല്ല, പലകയല്ല, അത് ലോഹങ്ങളാണ്. ഇനി റോമാക്കാരുടെ മേത്തിട്ടേക്കുന്ന പുറംചട്ട നിങ്ങൾ കണ്ടിട്ട്, സകലത് ലോഹമാണ്. അവർക്കറിയാം ശത്രു പാളയത്തിൽ നിന്നും പൊരുതു വരുന്ന ഒന്നും എൻ്റെ മേത്ത് തൊടരുത് എന്ന്, അതല്ലെങ്കിൽ എന്നെ ബാധിക്കും. യുദ്ധത്തിനിറങ്ങുമ്പോ ശത്രു പൊരുതരുതെന്ന് പറഞ്ഞല്ല ആര് യുദ്ധത്തിനിറങ്ങുന്നത്. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, ഹമാസ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലും ഹമാസും ആകട്ടെ, രണ്ടുപേരും ഇസ്രായേൽ എന്നെ ഇങ്ങോട്ടും അടിക്കരുത്, ഹമാസ് എന്നെ ഇങ്ങോട്ടും അടിക്കരുത് എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയേക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? എതിരാളി ഇവർക്കെതിരെ എന്തൊക്കെ ചെയ്താലും അവന്റെ സകല റഡാർ സംവിധാനങ്ങളെയും നിഷ്ഫലമാക്കുന്ന തരത്തിലുള്ള അടുത്ത ഗ്രേഡ് സാധനം ഇവിടെ ഒരുങ്ങിയിരിപ്പുണ്ട്. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? ഈ നിലയിൽ വേണം ഒരു ആത്മീയ യുദ്ധം ചെയ്യാൻ. സാധാരണ പ്രാർത്ഥനകൾക്ക് ഒരുപക്ഷെ വിജയം കാണാൻ കഴിയത്തില്ല, സാധാരണ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വിജയം കാണാൻ കഴിയത്തില്ല, പഴയ ടെക്നോളജിക്ക്, പഴയ നിലവാരങ്ങൾക്ക് സാത്താനിൽ നിന്ന് നിനക്കോ നിന്റെ കുടുംബത്തിനോ ജയം പ്രാപിക്കാൻ കഴിയത്തില്ല. ലോഹം കൊണ്ട് പൊതിയണം, ലോഹം കൊണ്ട് പൊതിയണം. എനിക്കിതിന്റെ മുകളിലോട്ട് പറയണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. ലോഹം കൊണ്ട് പൊതിയണം, ലോഹം കൊണ്ട് പൊതിയണം. ദാറ്റ്സ് ഇനഫ്. ഇത്രയും മതി, ഇത്രയും കാര്യം മാത്രം നമ്മൾ ഇന്ന് അറിഞ്ഞാൽ മതി. ഇവിടുന്ന് നമുക്കൊരു വളർച്ചയുണ്ട്. ഇത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഇവിടുന്ന് ഒരു വളർച്ചയുണ്ട് യേശുവിന്റെ നാമത്തിൽ. ഒന്ന് പറഞ്ഞേ, കർത്താവേ, ദുഷ്ടന്റെ തീയമ്പുകളെ തകർക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പലകയായിരുന്ന പറ്റത്തില്ല, പലകയുടെ മുകളിൽ പൊതിയണം. ഞാനും നിങ്ങളൊക്കെ മനുഷ്യരാ, മനുഷ്യൻ മനുഷ്യനായിരുന്നാൽ സുഹൃത്തെ പറ്റുകയില്ല. ഈ മനുഷ്യനെ പൊതിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ശത്രുവിനെ ജയിക്കാൻ കഴിയത്തുള്ളൂ, അതുണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ കഴിയത്തുള്ളൂ. എത്ര പേർക്ക് മനസ്സിലാവുന്നു ഞാൻ പറയുന്നത്? നമുക്ക് എന്താ പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയാത്തത്? ഇനിയും പൊതിയപ്പെടേണ്ടിയിരിക്കുന്നു, ഇനിയും എനിക്ക് കോട്ടിങ് ആവശ്യമാണ്, ഇനിയും എനിക്ക് ഗ്ലേസിംഗ് ആവശ്യമാണ്, ഇനിയും എനിക്ക് രൂപാന്തരം ആവശ്യമാണ്. ഒന്ന് പറഞ്ഞ കർത്താവേ, എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ, എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. ബലോസ്, അത് പിശാചിന്റെ തീയമ്പുകളാണ്.
പ്രിയപ്പെട്ട സുഹൃത്തെ, നിന്റെ കുടുംബ ജീവിതത്തിന്റെ കെട്ടുറപ്പിനെ പോലും കത്തിച്ചു കളയാൻ ഈ സാത്താന്റെ തീക്ക് കഴിയും. നിന്റെ ആത്മീയ ജീവിതത്തെ പോലും കത്തിച്ചു കളയാൻ ഈ സാത്താന്റെ തീക്ക് കഴിയും. പക്ഷേ ഇന്ന് എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കാൻ തക്കവണ്ണം ലോഹം കൊണ്ട് പൊതിഞ്ഞ, വചനം കൊണ്ട് പൊതിഞ്ഞ, പരിശുദ്ധാത്മാവ് കൊണ്ട് പൊതിഞ്ഞ, ദൈവശക്തി കൊണ്ട് പൊതിഞ്ഞ, ദൈവകൃപ കൊണ്ട് പൊതിഞ്ഞ ഒരു ക്രിസ്തീയ ജീവിതം നീ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ അവന്റെ തീയമ്പുകൾ തകർന്നു പോകുന്നതല്ലാതെ നിന്നെ അണയ്ക്കാനോ തകർക്കാനോ കഴിയത്തില്ല. ഇന്ന് വിശ്വസിക്കുന്ന ആരോടോ ആണ് പരിശുദ്ധാത്മാവ് ഈ ആലോചന സംസാരിക്കുന്നത്. വിശ്വസിക്കുന്ന ആരോടൊക്കെയോ ആണ് പരിശുദ്ധാത്മാവ് ഇത് സംസാരിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു ആമേൻ പറഞ്ഞ് ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ആ ലോഹം കൊണ്ട് പൊതിയത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടണമേ. ഒന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് നിശ്ചയമായിട്ടും അത് ചെയ്യും. ആ തീയമ്പുകൾ, ശത്രുവിന്റെ തീയമ്പുകൾ തകർക്കുവാൻ തക്കവണ്ണം, ശത്രുവിന്റെ തീയമ്പുകൾ തകർക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിന്റെ സന്താനങ്ങളെ ആകുന്നുവോ ശത്രു നോട്ടമിട്ടിരിക്കുന്നത്, നിന്റെ ജീവിതത്തെ ആകുന്നുവോ ശത്രു നോട്ടമിട്ടിരിക്കുന്നത്, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച ആവേശത്തോടെ മുൻപോട്ട് വരുന്നതാകുന്നുവോ സാത്താൻ നോട്ടമിട്ടിരിക്കുന്നത്, അതിനെ സ്വർഗം തകർക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗം തകർക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങുന്നു, എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങുന്നു. ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് പൊതിയാൻ പോകുന്നു. നിന്റെ വിശ്വാസം ചിതറിപ്പോകാതിരിക്കാൻ ആരെയൊക്കെയോ സ്വർഗം പൊതിയാൻ പോകുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ശത്രു ചില വീടുകളിൽ നിപതിച്ചിട്ടിരിക്കുന്ന തീയമ്പുകളെ ദൈവം അവിടുന്ന് റിമൂവ് ചെയ്യാൻ പോകുന്നു. ദൈവം അത് റിമൂവ് ചെയ്യാൻ പോകുന്നു. അത് രോഗങ്ങളായി നിന്റെ മേൽ കത്തുന്നുണ്ടെങ്കിൽ, വാഴ്ചകളായി നിന്റെ മേൽ കത്തുന്നുണ്ടെങ്കിൽ, അധികാരത്തോടെ നിന്റെ മേൽ ആ തീയമ്പുകൾ കത്തുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. സ്വർഗം നിന്നെ ഫ്രീ ആക്കുന്നു റൈറ്റ് നൗ. ഡെലിവറൻസുകൾ നടക്കട്ടെ. ഏത് നിലയിലാണോ സാത്താന്റെ തീയമ്പുകൾ അണയേണ്ടത് ആ നിലവാരങ്ങളിൽ അത് അണയാൻ തുടങ്ങുകയാണ്. ശത്രുവിന്റെ തീയമ്പുകൾ അണയാൻ തുടങ്ങുകയാണ്. ഇന്നയോളം കത്തി നിന്ന ചില തീയമ്പുകൾ, ഈ നിമിഷം വരെ കത്തി നിന്ന ചില തീയമ്പുകൾ പ്രാർത്ഥിക്കുക. നീ ഉണരുമ്പോൾ നിന്റെ കൂടെ ഉണരുകയും, നീ കിടക്കുമ്പോൾ നിന്റെ കൂടെ കിടക്കുകയും ചെയ്യുന്ന, നീ ഉണരുമ്പോൾ നിന്റെ കൂടെ ഉണരുകയും, നീ ഉറങ്ങുമ്പോൾ നിന്റെ കൂടെ കിടക്കുകയും ചെയ്യുന്ന തീയമ്പുകൾ, എഴുന്നേൽക്കുമ്പോൾ മുതൽ പ്രശ്നങ്ങളും ചെന്ന് കിടക്കുന്നത് വരെയും കത്തിക്കൊണ്ടിരിക്കുന്ന ചില തീയമ്പുകൾ ഈ സമയം അതണയട്ടെ. യേശുവിന്റെ നാമത്തിൽ. അത് രോഗങ്ങളായിട്ടാണോ, അത് വാദപ്രതിവാദങ്ങളായിട്ടാണോ, അത് പ്രശ്നങ്ങളായിട്ടാണോ, ഈ സമയം അത് യേശുവിന്റെ നാമത്തിൽ. ഗ്ലോറി. അണയട്ടെ. അത് ദൈവ സാന്നിധ്യം മൂടുകയാണ്. വിശ്വസിക്ക്. എന്തോ ചിലത് ദൈവാത്മാവ് താങ്കൾക്കായി ചെയ്യുന്നു. ഒത്തിരി വർഷങ്ങൾ കൊണ്ട് കത്തിയ ചില എക്സ്പീരിയൻസ് ഈ തീക്ക് പറയാനുണ്ടായിരിക്കും. ഒത്തിരി അവകാശങ്ങൾ ഈ തീക്കും തീയമ്പിനും പറയാനുണ്ടായിരിക്കും. ഞാൻ ഇത്ര വർഷം കൊണ്ട് ഇവിടെ കത്തുന്നത്, ഇത്ര വർഷം കൊണ്ട് ഇവിടെ കിടക്കുന്നത്, ഇത്ര വർഷം കൊണ്ട് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. പക്ഷേ യേശുവിന്റെ നാമത്തിൽ ഒരു കോട്ടിംഗ് നിന്റെ മേൽ ഇന്ന് വന്നു കഴിഞ്ഞാൽ, ഒരു ലോഹം കൊണ്ട് നിന്നെ പൊതിഞ്ഞു കഴിഞ്ഞാൽ, ശത്രുവിന് ചതയ്ക്കാൻ കഴിയാത്ത, രൂപമാറ്റം വരുത്താൻ കഴിയാത്ത ദൈവിക ലോഹം കൊണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട്, ശക്തി കൊണ്ട്, അഭിഷേകം കൊണ്ട് നിന്നെ പൊതിഞ്ഞു കഴിഞ്ഞാൽ തീയമ്പിന് പിന്നെ ചിതറിയേ പറ്റൂ. ഈ സമയം ഏതൊക്കെയോ കുടുംബങ്ങൾക്കകത്തു നിന്ന് സ്വർഗം എന്നേക്കുമായി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിട്ടുകൊടുക്കുന്നവനെ സ്വർഗം ഏറ്റെടുക്കുന്നു. വിട്ടുകൊടുക്കുന്നവനെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. അത് നിങ്ങളുടെ മക്കളെയാണെങ്കിൽ, അത് നിങ്ങളുടെ കുടുംബനാഥനെ ആകുന്നുവെങ്കിൽ, അത് നിങ്ങളുടെ സഭയെ ആകുന്നുവെങ്കിൽ, അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ആകുന്നുവെങ്കിൽ, അത് നിങ്ങളുടെ ശരീരത്തെ ആകുന്നുവെങ്കിൽ, അത് നിങ്ങളുടെ സ്വഭാവത്തെ ആകുന്നുവെങ്കിൽ വിട്ടുകൊടുക്കുക. സ്വർഗം പൊതിയും.
നമ്മുടെയൊക്കെ മക്കൾക്ക് പുതിയ ക്ലാസ്സിലേക്ക് കടന്നു പോകുമ്പോൾ ആരും നോട്ട്ബുക്ക് വാങ്ങി അങ്ങനെയും കിട്ടുന്ന ടെക്സ്റ്റ് ബുക്ക് വാങ്ങി അങ്ങനെയും കൊടുത്തു വിടാറില്ല. എല്ലാവരും അതിനെ കവർ ചെയ്യാറുണ്ട്, എല്ലാവരും അതിനെ പൊതിഞ്ഞ് സൂക്ഷിക്കാറുണ്ട്. കാര്യം എന്നാ, ഒരു വർഷം പിള്ളേർക്ക് കൊണ്ടുപോകേണ്ടതാ, നോട്ടല്ല ടെക്സ്റ്റ്. ഒരു വർഷം പിള്ളേർക്ക് കൊണ്ടുപോകേണ്ടതാ. അത് ഒന്നും കേടുപാട് ഒരു വർഷത്തിനകത്ത് വരാൻ പാടില്ല. അതിൻ്റെ താളുകൾ അത് അറ്റു മാറിപ്പോകാൻ പാടില്ല. കീറിയാൽ പോലും നമ്മൾ അതിനെ ഒട്ടിച്ചു വെക്കും. പൊതിയുന്ന എന്തിനാ? നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. നഷ്ടപ്പെടുക മീൻസ് അതിൻ്റെ പെട്ടെന്നൊന്നും കേടുപാട് വരരുത്. ബ്രൗൺ പേപ്പർ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇട്ടെങ്കിലും പൊതിഞ്ഞ് സൂക്ഷിക്കാറ്. ഞാനൊക്കെ ന്യൂസ് പേപ്പർ ഇട്ട് പൊതിഞ്ഞ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ബ്രൗൺ പേപ്പർ 10 രൂപ എന്ന് പറഞ്ഞാൽ പോലും മേടിക്കാനൊന്നും ഇല്ലായിരുന്നു. എന്തിനാ അത് ചെയ്തതെന്നറിയാവോ? എല്ലാവരും ചെയ്യുമല്ലേ, എന്നാ പിന്നെ ഞാനും കൂടെ ചെയ്തേക്കാന്നോർത്തല്ല. ഇതിന്റെ പുറംമൂടി കീറാൻ സാധ്യതയുണ്ട്, ഇതിലെന്തെങ്കിലും കുത്തിക്കയറാൻ സാധ്യതയുണ്ട്, ഇതിന്റെ മേലെ ഞാൻ വരച്ചില്ലെങ്കിലും ആരെങ്കിലും വരച്ചു വെക്കാൻ സാധ്യതയുണ്ട്, ഞാൻ കീറിയില്ലെങ്കിലും ആരെങ്കിലും ഒക്കെ പിടിക്കുകയും വലിക്കുകയും ചെയ്യുമ്പോൾ കീറാൻ സാധ്യതയുണ്ട്. ദൈനംദിനമായി ഇത് ഉപയോഗിക്കുമ്പോൾ ബാഗിനകത്തിരുന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സേഫ്റ്റി ആയിട്ട് ഞാൻ അതുകൊണ്ട് പൊതിഞ്ഞുകൊണ്ട് പോയി. ഇതുപോലെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതവും. നിരന്തരം ഉപയോഗിക്കുന്നതാ. നിരന്തരം ഉപയോഗിക്കുമ്പോൾ പൊതിഞ്ഞു സൂക്ഷിക്കണം. വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ക്രിസ്തീയ ജീവിതം വല്ലപ്പോഴും എടുത്ത് ഉപയോഗിക്കുന്ന, പ്രാർത്ഥന വല്ലപ്പോഴും എടുത്ത് പ്രയോഗിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അവർക്ക് വലിയ തട്ടുമുട്ട് വരാൻ സാധ്യതയില്ല. വല്ലപ്പോഴും അല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. എന്നും ഉപയോഗിക്കുന്നതിന് ചിലപ്പോ ഡിപ്രീസിയേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വെയർ ആൻഡ് ടിയർ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ പൊതിഞ്ഞു സൂക്ഷിക്കണം. അതും വിട്, ആത്മമണ്ഡലത്തിലേക്ക് ഈ കാര്യം വരുമ്പോ എന്നും പ്രാർത്ഥിക്കുന്നവൻ പ്രത്യേക കവറിങ്ങിനകത്തായിരിക്കണം. എന്നും പോരാടുന്നവൻ പ്രത്യേക സംരക്ഷണയ്ക്കകത്തായിരിക്കണം. എന്നും പൈശാചിക ശക്തികളോട് യുദ്ധം ചെയ്യുന്നവൻ, കമോൺ, ആ പോയിന്റിലേക്ക് വരിക. യുദ്ധം ചെയ്യുന്നവൻ പ്രത്യേക വലയത്തിനകത്തും ട്രെയിനിങ് കഴിഞ്ഞവനുമായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ ലോഹം കൊണ്ട് പൊതിഞ്ഞേ പറ്റൂ. ഒരിക്കൽ നീ പരിച പലകയുമായി എടുത്തോണ്ട് പോയപ്പോ ശത്രുവിന്റെ തീയമ്പ് അത് എരിച്ചു കളഞ്ഞ ഓർമ്മ നിനക്കുണ്ടെങ്കിൽ ഇനി പഴയ രീതി പോരാ, പഴയ മുറകൾ പോരാ എന്ന് നീ തിരിച്ചറിയണം. അത് ലോഹം കൊണ്ട് പൊതിഞ്ഞു കൊണ്ടുപോകണം. ഒത്തിരി തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നിട്ടും നീ അത് തിരിച്ചറിഞ്ഞില്ലേ? ഒത്തിരി വട്ടം നീ പ്രാർത്ഥിച്ചു പരാജയപ്പെട്ടിട്ടും തിരിച്ചറിഞ്ഞില്ലേ? ഒത്തിരി പ്രാവശ്യം ജീവിതത്തിൽ അലയടിക്കുന്നത് പോലെ ഈ തിരമാലകൾ മാറി മാറി വന്നിട്ടും തിരിച്ചറിഞ്ഞില്ലേ? പൊതിയണം, പൊതിയണം, പൊതിയണം. ഒന്ന് ഏൽപ്പിക്കുക, ഏൽപ്പിക്കുക, ഏൽപ്പിക്കുക. ഉപദേശം കൊണ്ട് പൊതിയണ്ട, വാദം കൊണ്ട് പൊതിയണ്ട, ഓർമ്മകൾ കൊണ്ട് പൊതിയണ്ട. നീ വിശ്വാസം കൊണ്ട് ദൈവത്തോട് അടുത്ത് ചെന്ന് പരിശുദ്ധാത്മാവിനാൽ പൊതിയപ്പെട. വിട്ടുകൊടുക്കുക, വിട്ടുകൊടുക്കുക, വിട്ടുകൊടുക്കുക. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ മേൽ ആ ദൈവ സാന്നിധ്യം കൊണ്ട് പൊതിയുന്നത് ഞാൻ ആത്മാവിൽ അറിയുന്നു. ആ ദൈവ സാന്നിധ്യം കൊണ്ട് പൊതിയുന്നത് അതിപ്പോൾ ആ ശത്രുവിന്റെ തീയമ്പുകളെ തകർക്കാൻ തക്കവണ്ണമുള്ള ഒരു സൂക്ഷിപ്പ് നിന്റെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ് സുഹൃത്തെ. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. സ്വർഗം തൊടട്ടെ, തൊടട്ടെ. തൊടാൻ വേണ്ടി തന്നെ ആമേൻ അനുവദിക്കുക, തൊടാൻ അനുവദിക്കുക. Come on, receive this power, receive this power, receive this power right now. നിന്റെ ജീവിതത്തിൽ പിശാച് കത്തിച്ച തീ ഇന്ന് ദൈവം അണയ്ക്കുക. പിശാച് കത്തിച്ച തീ ദൈവം അണയ്ക്കുക. അത് നിന്റെ മനസ്സിൽ കത്തിച്ചാണെങ്കിലും ചിന്തകളിൽ കത്തിച്ചതാണെങ്കിലും എല്ലാം ദൈവം അണയ്ക്കുക, ദൈവം അണയ്ക്കുക, ദൈവം അണയ്ക്കുക, ദൈവം അണയ്ക്കുക. ഹോ പിതാവേ, ഈ ജനത്തെ ഞാൻ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു. വിശ്വസിക്കുന്നവരെ തൊടുക ദൈവമേ, വിശ്വസിക്കുന്നവരെ തൊടുക. രോഗികൾ ഇപ്പോൾ
രോഗബാധിതർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗത്തിന്റെ തീയൊക്കെ അണയട്ടെ. എനിക്ക് കർത്താവ് വ്യക്തമായി ബോധ്യം തരുന്നു, ചിലരുടെ മേൽ ദൈവത്തിന്റെ പ്രകാശം തട്ടുകയാണ്. Now, now, now. സാത്താന്റെ തീയല്ല, ദൈവത്തിന്റെ ഫയർ. സാത്താന്റെ തീയല്ല, ദൈവത്തിന്റെ ഫയർ. ജീസസ്. Jesus me shikena rama katalogo re seteniate. സ്വർഗീയനാഥനെ നിറഞ്ഞ ദൈവ സാന്നിധ്യത്തിന് നന്ദി. ഞാൻ ഈ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ മഹനീയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ കത്തി നിൽക്കുന്നതിനായി സ്തോത്രം. ഞാൻ കർത്താവിന്റെ അത്ഭുതകരം ഈ ജനത്തെ സ്പർശിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഈ ജനത്തെ തൊടണം. അഭിഷേകത്തിന്റെ ശക്തിയാൽ ഇവരെ കർത്താവ് ഇന്ന് തൊട്ട് വിടുവിച്ച് സൗഖ്യമാക്കിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവകൃപയിൽ നിറയട്ടെ, വിടുതൽ നടക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിന്റെ സാന്നിധ്യം വളരെയധികമായി നമ്മുടെ മധ്യത്തിലുണ്ടായിരുന്നു. സ്വർഗം വലിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ ഞങ്ങളെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ അറിയിച്ചാൽ ഞങ്ങൾക്കത് വളരെ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ അറിയിക്കാം. അത്യാവശ്യ കോൾസ് ഈ നമ്പറിൽ വിളിക്കാം. നിങ്ങൾക്കായി സമയം പോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ദൈവത്തിൻ്റെ കൃപയാൽ ഈ ചാനലിൽ നടന്നു വരുന്നു. നിങ്ങൾ പങ്കെടുക്കുക, എല്ലാ ദിവസത്തെ മീറ്റിങ്ങിലും പങ്കെടുക്കുക. മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ അയച്ചു കൊടുക്കണമെന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇപ്പോൾ സ്വർഗം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു.